വെടിക്കെട്ട് പ്രകടനങ്ങൾ പിന്നെയും തുടർന്ന റിങ്കു ഇന്ത്യൻ ട്വന്റി ടീമിലെ സ്ഥിരം പേരുകാരനാകുമെന്ന് ഏവരും ഉറപ്പിച്ചു. എന്നാൽ കാര്യങ്ങളെല്ലാം പതിയെ മാറിമറിഞ്ഞു. വെട്ടിനിരത്തലിന് പേരുകേട്ട അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും വെട്ടിയ കൂട്ടത്തിൽ റിങ്കു സിംഗും ഉൾപ്പെട്ടു. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഫിനിഷർ എന്ന പേര് സമ്പാദിച്ച് അതിനേക്കാൾ ചെറിയ കാലയളവിൽ ഒരുപക്ഷെ നീലക്കുപ്പായത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി റിങ്കു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 9 ആരംഭിക്കുന്ന പരമ്പരയിലെ ടീമിനെ പ്രഖ്യാപിച്ചത് 3 രാത്രി മാത്രം. പരിക്കിനെ തുടർന്ന് ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നിരീക്ഷണത്തിലുള്ള ശുഭ്മാൻ ഗില്ലിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനാണ് ഇത്ര വൈകിച്ചത് എന്ന് ആർക്കും മനസ്സിലാകും. ഒരിക്കൽ കൂടി ആ ടീമിൽ നിന്ന് റിങ്കു സിംഗിനെ വെട്ടി. ചില കണക്കുകൾ റിങ്കുവിനെതിരാണെങ്കിലും ഏത് നിമിഷവും ഫോമിലേക്ക് എത്താൻ കെൽപ്പുള്ള താരമാണ് റിങ്കു. കുറച്ചു മുൻപ് വരെ ഇന്ത്യൻ ട്വന്റി ടീമിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു റിങ്കു. അവസാന ഓവറുകളിൽ വെടിക്കെട്ട് പുറത്തെടുത്ത് സ്കോർ ഉയർത്തുന്നതിൽ അഗ്രഗണ്യൻ. പിന്നെ റിങ്കുവിനെ ടീമിലെടുക്കും, കളിപ്പിക്കില്ല. പിന്നെ അത് ട്രാവലിംഗ് റിസർവായി. ഇപ്പോൾ എവിടെയുമില്ല. ഇന്ത്യ അവസാനം കളിച്ച ഓസ്ട്രേലിയക്കെതിരെ റിങ്കുവിന് അവസരം ലഭിച്ചിരുന്നില്ല. ഏഷ്യ കപ്പിൽ ലഭിച്ചത് ഒരേയൊരു അവസരം മാത്രം, അതും ഫൈനലിൽ. അന്ന് നേരിട്ട ഒരേയൊരു പന്ത് ബൗണ്ടറി അടിച്ച് റിങ്കു ടീമിന്റെ വിജയം സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനെതിരെ ഫെബ്രുവരിയിലാണ് റിങ്കുവിന് അവസാനമായി സ്ഥിരമായി ടീമിൽ സ്ഥാനം ലഭിച്ചുകൊണ്ടിരുന്നത്. ലോവർ ഓർഡറിലായതിനാൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് വല്ലപ്പോഴും മാത്രം. അവസാനം കളിച്ച 17 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിലും ബാറ്റ് ചെയ്തിരുന്നില്ല റിങ്കു. എന്നാൽ ഈ കാലയളവിലെ ചില മോശം സ്റ്റാറ്റുകളും റിങ്കുവിന് വിനയായി എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവരുടെ സ്റ്റാറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും റിങ്കുവിന്റെയും സഞ്ജുവിന്റെയും സ്റ്റാറ്റുകൾ ദീർഘമായി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ തഴയപ്പെടുന്നത് സ്വാഭാവികം. ഇന്ത്യക്കായി അവസാനം കളിച്ച 17 മത്സരങ്ങളിലെ അവസരം കിട്ടിയ 11 ഇന്നിംഗ്സിൽ ഒരു 50 മാത്രമാണ് റിങ്കുവിന്റെ സമ്പാദ്യം, ഒപ്പം ഒരു 30ഉം. ആഭ്യന്തര മത്സരങ്ങളിലെ പ്രകടനവും അത്ര ആശാവഹമല്ല. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ ഒരേയൊരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയാനുള്ളത്. 4, 1, 14 എന്നിങ്ങനെയാണ് മറ്റു മത്സരങ്ങളിലെ സ്കോറുകൾ. റിങ്കുവിനെ പുറത്തിരുത്തിയതിന് പിന്നിൽ പ്രത്യേക കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും ഗൗതം ഗംഭീറിന്റെ ഓൾറൗണ്ടർമാരോടുള്ള അമിത സ്നേഹമായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ നിരീക്ഷിക്കുന്നത്. ഇനി റിങ്കുവിന്റെ ഭാവി നോക്കിയാൽ ലോകകപ്പിന് മുൻപ് 2 ട്വന്റി പരമ്പരകളിലായി 10 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്കുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 5 മത്സരം, ന്യൂസിലാൻഡിനെതിരെ 5 മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടീമിൽ ഉൾപ്പെടാത്ത സാഹചര്യത്തിൽ ഇനി ബാക്കിയുള്ള മുഷ്താഖ് അലിയിലെ മത്സരങ്ങളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കേണ്ടി വരും. ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഫിനിഷർ റോളിൽ കളിക്കുന്നവരുടെ പ്രകടനവും നിർണായകമാകും. എന്നാൽ പോലും ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ലോകകപ്പിൽ റിങ്കുവിന് ഇടമുണ്ടാകില്ല.